ദീനാമ്മയുടെ ഹസ്ബൻഡാണല്ലോ അല്ലേ? അതെ അതെ. അങ്ങയുടെ പേരെന്താണ്? തോമസ്. ആ, തിരുവനന്തപുരമാണല്ലോ സ്വദേശം അല്ലേ? തിരുവനന്തപുരം സ്വദേശമാണ്, ഡൽഹി സെറ്റിലാണ്. ഡൽഹി സെറ്റിലാണ്. ഇപ്പൊ ലീവിന് വന്ന. അതെ അതെ. നമ്മുടെ ഇവിടുത്തെ ചികിത്സ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു വന്നാണോ? ചികിത്സ ഞങ്ങളുടെ അനിയന്റെ മകൻ്റെ ഒരു ആക്സിഡന്റ് ഡൽഹിയിൽ, ഒരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞ് 1 വർഷം കിടപ്പായിരുന്നു. റോഡൊക്കെ ഇട്ടുകൊണ്ട് അത് കഴിഞ്ഞ് സുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നടക്കാൻ ഏന്തുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് നാട്ടിൽ അവർ വന്നപ്പോൾ റാന്നിയാണ് സ്വദേശം. റാന്നി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുത്തെ ചികിത്സയും തിരുമ്പൊക്കെ ആയിട്ട് ഇപ്പം തിരിച്ചുപോയി. ഇപ്പം ആളിപ്പോൾ പഴയപോലെ നോർമലായി. അങ്ങനെ അറിഞ്ഞ് കേട്ടാണ് ഞങ്ങൾ വന്നത്. ലിജോ. ലിജോ അല്ലേ? ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ട് ചികിത്സ ചെയ്തു. കണ്ടിന്യൂസ് തിരിച്ചു. ഇത്തിരി കുഴപ്പമായിരുന്നു. വലിയ പ്രോബ്ലം ആയിരുന്നു. ഒത്തിരി വെയിറ്റ് ചെയ്യാണ്, ഫാറ്റ് ചെയ്യാണ്. ഇപ്പൊ എല്ലാം നോർമലായി. അത് ഡിസ്ക് തന്നെ പോയായിരുന്നു. ആ കാർ ഇടിച്ച് കാറിന്റെ മേളിൽ കൂടെ പോയി അപ്പുറത്ത് പോയി 2-3 കാരണം പറഞ്ഞു. രക്ഷം കൊണ്ടൊന്നും വിചാരിച്ചതല്ലോ. അങ്ങനെ അതിപ്പം ഏറെക്കുറെ നോർമലായില്ല, സുഖമായി. അങ്ങനെ ആ എക്സ്പീരിയൻസിൽ ഞങ്ങൾ വരുന്നത്. ഇപ്പൊ പറഞ്ഞു കേട്ടിപ്പോ ഇവിടെ ആങ്ങളെ പുറത്തിരിപ്പുണ്ട്. ഇന്നലെ അപ്പോയിന്റ്മെന്റ് എടുത്തേച്ച് വന്നിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും ആങ്ങള സണ്ണി ഇന്നലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇപ്പം കാർഡ് ഉണ്ടാക്കിയിട്ടിരിപ്പുണ്ട്. സന്തോഷം. നമ്മുടെ ചിന്താമണി ചികിത്സ എന്ന് പറയുന്ന ഒരു മർമ്മ ചികിത്സയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നത്. മരുന്നുകളും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മരുന്നുകളാണല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കൂടുതലും നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ.